ഹലോ, ഇറങ്ങി വരണം. റെസ്പെക്ടഡ് റീജിയണൽ മാനേജർ മിസ്റ്റർ ഹരിശങ്കർ. ചെട്ടിയാർക്ക് കൊടുക്കാൻ ഹെഡ് ഓഫീസിൽ നിന്ന് ഓർഡറായ കോൺട്രാക്ട് താൻ ബോംബെ പാർട്ടിക്ക് മറിച്ചു കൊടുത്തു. ചെട്ടിയാർ അത് ക്ഷമിക്കുമായിരിക്കും, പക്ഷേ അതിൽ വെറും ഒരു കമ്മീഷൻ ഏജന്റ് ആകാനുള്ള എന്റെ ചെറിയൊരു അപേക്ഷ താൻ നിസ്സാരമായി തള്ളിക്കളഞ്ഞു. പക്ഷേ അത് ഞാനെങ്ങനെ ക്ഷമിക്കും? ഓഫീസ് വിഷയങ്ങൾ സംസാരിക്കേണ്ടത് ഓഫീസിലാണ്. മാത്രമല്ല, എന്റെ ഓഫീസിൽ എന്ത് നടക്കണം എന്ത് നടക്കണ്ടെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്. അല്ലാതെ ചെട്ടിയാര് കടിച്ചു തുപ്പി എല്ലിൻ കഷ്ണത്തിലെ ബാക്കി മാംസം കടിച്ചു തിന്നാൻ നടക്കുന്ന നിന്നെ പോലത്തെ തെരുവ് നായ്ക്കളല്ല. ചെട്ടിയാരിപ്പോ യജമാനും ഞാൻ തെരുവ് നായുമായി. പക്ഷേ തെരുവ് നായ്ക്കൾക്ക് പ്രത്യേകിച്ച് ആരോടും നന്ദിയോ കടപ്പാടോ ഇല്ല. തനിക്ക് അവകാശപ്പെട്ട ഭക്ഷണം അതിന് കിട്ടിയില്ലെങ്കിൽ കടിച്ചു കീറാനും മടിക്കാറില്ല. ഇതുപോലെ ഐ എം സോറി, നിങ്ങളുടെ ഈ ബിസിനസ് പ്രോബ്ലത്തിൽ ഇടപെടാൻ പാടില്ലാത്തതാണ്. പക്ഷെ ഈ ഹരി എന്റെ ഒരു നല്ല സുഹൃത്താണ്. ഐ എം സോറി, ഞാൻ എന്നെ പരിചയപ്പെടുത്തിയില്ല. ഐ ആം വിജയ് വർമ്മ. അപ്പോ തുടങ്ങിയ പരിപാടി നിർത്തണ്ട അല്ലേ? നമുക്കൊന്ന് അടിച്ചു പൊളിച്ചു കളയാം.
it is very fast. Okay. Good morning, sir. No. Fortunately, inconvenience or empty. No. Good morning, sir. Okay. Good morning, That's okay. Clear that. Good morning, sir. Morning. റീന MD വിളിച്ചിരുന്നോ? ഇല്ല സാർ, ഇന്നലെ പേയ്മെന്റ് ഷെഡ്യൂളിന്റെ ഫാക്സ് അയച്ചു തന്നിരുന്നു. അത് സാറിന്റെ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ. റീന, സാർ? ആ ഗോപാൽ ഇന്നും വന്നില്ലേ? ഇല്ല സാർ, അച്ഛന് സുഖമില്ലെന്ന് പറഞ്ഞ് മിഞ്ഞാന്ന് പോയതാ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അച്ഛന് സുഖമില്ലാതാകുന്നുണ്ടല്ലോ. വന്നാൽ എന്നെ കണ്ടിട്ട് ജോലി കയറിയാൽ മതിയെന്ന് പറയണം. ഓക്കെ സാർ. ഗോപാൽ ഒന്ന് കോൾ അടിച്ചു. ചേട്ടൻ കോൾ അടിച്ചിരിക്കുന്നു. പുറത്ത് 150 രൂപ വിൽക്കുന്ന ഈ മൗത്ത് ഫ്രാക്ചർ ചേട്ടന് വെറും 80 രൂപയ്ക്കാണ് കിട്ടുന്നത്. എന്തോന്ന മൗത്ത് ഫ്രാക്ചറോ? അതെ, വായിക്ക് നല്ല മണം കിട്ടാനുള്ള സ്പ്രേ. ഇപ്പൊ ചേട്ടന് വായിക്ക് നല്ല മണമല്ലേ? ഇതടിച്ചാൽ അത് മാറി കിട്ടും. ചേട്ടത്തിയുടെ മൂക്കടപ്പും മാറും, കച്ചവടവും കൂടും. പിടിച്ചാട്ടെ. നിനക്ക് എന്താണ് പോരല്ലേ? 2 വഴിയിലൂടെയല്ലേ പണം വരുന്നത്. ജീവിക്കണ്ടേ നാളുകേട്ടാ? ഇപ്പൊ ഇങ്ങനത്തെ പരിപാടിക്ക് നല്ല മാർക്കറ്റാ. പല വഴിക്ക് കമ്മീഷൻ വരും. കമ്മീഷൻ വാങ്ങിച്ചു വാങ്ങി ഞാനിപ്പോ ഒരു കമ്മീഷണറായി. വേറൊരു മണി പണി നോക്കാം. വെറും 3 മാസം കൊണ്ട് വേറൊരു കട വയ്ക്കാം. അപ്പൊ ഈ കട പോയി കിട്ടുമെന്ന് ചുരുക്കം. അയ്യോ, അതല്ല പറഞ്ഞത്. നമ്മളൊരല്പം കെയർഫ്രീ ആയാൽ മതി. ഇഷ്ടം പോലെ പണം വരാം. പിന്നെ വലിയ വലിയ ആളുകളോട് കമ്പനി കൂടുമ്പോൾ എന്നെ പോലെ അല്പം ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കുന്നത് നല്ലതാ. കൊള്ളാം. നിന്റെ ഇംഗ്ലീഷ് നിനക്ക് തന്നെ അറിയത്തില്ലല്ലോ ഗോപാല. ഓ, അതൊക്കെ അസുഖാലുക്കൾ പറയുന്നതാ. എനിക്ക് എമർജൻസി ആയിട്ട് ഓഫീസിൽ എത്താനുള്ളതാ. ഞാൻ പോട്ടെ. പിന്നെ എന്താടാ? ഗോപാല എന്ന് വിളി അല്പ കൺട്രിയാ. സ്റ്റൈലായിട്ട് ഗോപാൽ എന്ന് വിളിക്കണം. ഇംഗ്ലീഷിൽ അതിന് കൗ മിൽക്ക് എന്ന് പറയും. ഓക്കെ? കഷ്ടം. ഹായ് റീന. ഹായ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. റീന ഈയിടെ കാണാനും ഇല്ലല്ലോ. ആ ഗ്ലാസ് നയിച്ചു മാറ്റിക്കേ, അപ്പൊ കാണും. കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. റീനയ്ക്ക് നല്ല ട്യൂമർ സെൻസ് ഉണ്ട്. ഹരിസാരെത്തിയില്ലല്ലോ. ഇന്ന് 9 മണിക്ക് തന്നെ എത്തിയെന്ന് മാത്രമല്ല, സാറിനെ കണ്ടിട്ട് ജോലിക്ക് കയറിയാൽ മതിയെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് റീന കണ്ടില്ലേ? എന്നോടല്ല, ഗോപാലോട് പറഞ്ഞേ. എന്തെങ്കിലും ഡൗട്ട് കാണും. ഞാനൊരു 2 ദിവസം മാറി നിന്നാൽ ഇതാ കുഴപ്പം, എല്ലാം കുളമാവും. ഓക്കെ, എന്താ പ്രശ്നം ഞാൻ ചോദിച്ചിട്ട് വരാം. കമിങ് സാർ. കമീൻ. ഓ, എത്തിയോ? കൊള്ളാം. ഓ, അത്രയ്ക്കൊന്നും കൊള്ളില്ല സാർ. അതല്ല, ഇങ്ങനെ പോയാൽ നല്ല തല്ലുകൊള്ളാമെന്ന്. എവിടെയായിരുന്നു 2 ദിവസം? സാർ, അത് അമ്മയ്ക്ക് നല്ല സുഖമില്ലായിരുന്നു. എന്നിട്ട് റീന പറഞ്ഞ അച്ഛന് സുഖമില്ലെന്നാണല്ലോ. അതെ, അപ്പോ അത് അച്ഛനായിരിക്കും. എന്ത്? അല്ല, അച്ഛന് 103 ഡിഗ്രി ഫ്യൂച്ചർ ഉണ്ടായിരുന്നു സാർ. അത് അമ്മയ്ക്ക് മാറുന്ന. തന്റെ വേഷം കെട്ടൊന്നും എന്നോട് വേണ്ട. കഴിഞ്ഞ ആഴ്ച പാഴ്സൽ ചെയ്യാൻ പറഞ്ഞ ഗീത എന്റർപ്രൈസസിന്റെ ബണ്ടിൽസ് ഇപ്പോഴിവിടെ കിടക്കുക. സാറിന് അതൊന്ന് അയക്കാനുള്ള സമയം ഉണ്ടാവോ? ഇപ്പൊ വിടാം സാർ, വിട്ടേക്കാം. ഓ, തന്റെ യൂണിഫോം അവിടെ. ഇനി അത് ഞാൻ എടുത്തു തരണോ? വേണ്ട സാർ, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. പോയി ഡ്രസ് മാറ്റിടും. ഹായ്, ഗുഡ് മോർണിംഗ്. ആരും എത്തിയോ? ഇന്ന് നേരത്തെ എത്തി. എന്തിയോ? നോ ഐഡിയ. ഇമ്പോർട്ടന്റ് മീറ്റിംഗ് അല്ലേ, ഉടനെ എത്തിയായിരിക്കും. എന്താ വിശേഷം? വെറുതെ ഒരു സന്തോഷത്തിന്. എന്ത് വരാത്തേണ്ടി?
ഗോപാൽ എന്താ എന്ത് പറഞ്ഞു? യൂണിഫോം ഇടാൻ പറഞ്ഞു. ഇവിടെ ഓരോരുത്തർ ഇട്ടിട്ടുണ്ടോ എന്ന് തന്നെ സംശയ. ഗോപാൽ ഒന്നിങ്ങ് വരൂ. വന്ന് ആ ഇതെല്ലാവർക്കും സപ്ലൈ ചെയ്യണം. എന്താ മാഡം വിശേഷിച്ച്? ഒരു സന്തോഷ ദിവസമാണെന്ന് കരുതിക്കോ. ഓ എനിക്കത്ര വലിയ സന്തോഷമൊന്നുമില്ല. എന്നോടൊരു ബോഡി സ്പ്രേ വാങ്ങാമെന്ന് പറഞ്ഞായിരുന്നു. ഗോപാലിന്റെ ബോഡി സ്പ്രേ എനിക്കെന്തിനാ? അത് ശരിയാ. ആടാനിക്ക് പൗത്തിൽ കൊടുത്തിട്ട് എന്താ കാര്യം? എന്താ? അല്ല മാഡം, എന്റെ കമ്പനി ഐറ്റംസിൽ എന്റെ ഈ ബോഡിക്കും മാഡത്തിന്റെ ബോഡിക്കും ഉപയോഗിക്കാൻ പറ്റിയ സാധനങ്ങളുണ്ട്. ഒന്ന് നോക്കാമെങ്കിൽ. നോക്കാം. താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു മാഡം. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഓ താങ്ക് യു. പക്ഷെ ഇന്ന് ബർത്ത്ഡേ ആണെന്ന് എങ്ങനെ അറിഞ്ഞെന്ന് അല്ലേ? ആ മിസ്സസ് റോസി തോമസിന് ജീവിതത്തിൽ ഓർക്കാൻ വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അതിലൊന്നാണ് മിസ്റ്റർ ഹരിശങ്കർ. സമ്മാനം എന്താണെന്ന് നോക്കുന്നില്ലേ? നോക്കാം. എന്തായാലും മിസ് ഗായത്രിയോടൊന്നും വരില്ല കേട്ടോ. ആ യെസ്. സാർ 3 അല്ല 2 പേര് കാണാൻ വന്നിട്ടുണ്ട്. ആരാ? പാഴ്സൽ ഓഫീസിൽ വരാൻ പറയൂ. എന്ത് എപ്പോഴാ വരുന്നത്? ഒന്നും അറിയില്ല. ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ട് 2 ദിവസമായി. പിന്നെ പേയ്മെന്റ് ഷെഡ്യൂൾ ഫാക്സ് ചെയ്ത് തന്നിട്ടുണ്ട്. ചെക്ക് ചെയ്തിട്ട് ഫോർവേഡ് ചെയ്തോളൂ. ഓക്കെ സാർ. ഗുഡ് മോർണിംഗ് സർ. ഹലോ. ആ താങ്ക് യു സർ. ഡാഡി നമ്മെ തകർത്ത് വീണ് നടത്തിക്കൊണ്ടിരിക്കുക. ഒരുവിധം നാട്ടിലുള്ളവരൊക്കെ ക്ഷണിച്ചിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന ആരെങ്കിലും കണ്ട മോശമല്ലേ? നമ്മളെന്താ തുണി കെട്ടിട്ടാണോ? അയ്യോ, കല്യാണത്തിന് മുമ്പ് ചെക്കിനും എല്ലാം കണ്ടെടുത്തൊക്കെ ചുറ്റിക്കറങ്ങുമെന്ന് നാട്ടുകാർ പറയും. പറയട്ടെ, അതിനെന്താ? ഞാൻ തന്നെയല്ലേ നിന്നെ സഹിക്കാൻ പോകുന്നത്, നാട്ടുകാരല്ലല്ലോ. എന്റെ വിഷമം ഞാൻ ആരോട് പറയാനാ? ഇന്നത്ര വലിയ വിഷമം. ആ ഇടി, എന്റെ അവസ്ഥ ലോകത്ത് ഏതെങ്കിലും ഒരു കാമുനുണ്ടാവോ? ഫോണിലധികം സംസാരിക്കാൻ പാടില്ല, വീട്ടിൽ വരാൻ പാടില്ല, വഴിയിൽ കണ്ടാൽ സംസാരിക്കാൻ പാടില്ല. ഇനി വല്ലപ്പോഴും ഒന്ന് ഇതുപോലെ കണ്ടാലോ, തൊടാൻ പാടില്ല, പിടിക്കാൻ പാടില്ല. അല്ല, നീ എന്താ വിചാരിച്ചിരിക്കുന്നത്? നീ ആരാ? ഐശ്വര്യ റായിയോ? വിവാഹം തീരുമാനിക്കപ്പെട്ട സ്ത്രീയും പുരുഷനും വിവാഹത്തിന് മുൻപ് ഒരു സ്പർശനത്തിന് പോലും ഇടം കൊടുക്കരുത്. അങ്ങനെ ചെയ്താൽ അത് ഭാവിയിൽ ദാമ്പത്യത്തിന്റെ ആയുസ് കുറയ്ക്കുമെന്ന് ഞാനൊരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. വാങ്ങാ തൊലി. ഇതൊക്കെ എഴുതി വിടുന്നവരെ വേണം ആദ്യം തല്ലാൻ, ഒരു മനുഷ്യത്വം ഇല്ലാത്തവർക്ക്. അല്ല, എന്താ ഉദ്ദേശം? തരുന്നുണ്ടോ ഇല്ലയോ? എന്താ ഇത് ചിലപ്പോ ആരെങ്കിലും കാണും. ആര് കണ്ടാലും എനിക്കൊരു പുല്ലുമില്ല. അല്ല, ക്ഷമയ്ക്കില്ലേ ഒരു അതിര്? ഇന്ന് നേരത്തെ ആണല്ലോ. ഞാൻ എത്തിയോ? ഒരു കമ്പനി ഇല്ലാതെ ഞാൻ വിഷമിച്ചിരിക്കുകയായിരുന്നു. എന്താണോ ലേറ്റ് ആയത്? ജീവിതത്തിന്റെ മൃദുലവികാരങ്ങളോട് താല്പര്യമില്ലാത്ത മിസ്റ്റർ വിജയവർമ്മയ്ക്ക് ഞാനിപ്പോ എവിടെന്നാ വരുന്നതെന്ന് പറയാമോ? ഓ, മനസ്സിലായി മനസ്സിലായി. ഒരു മനോഹരമായ റൊമാൻറ്റിക് ഈവനിങ്ങിൽ നിന്നാണ് താൻ ഈ കശ്മലന്റെ വിഹാര രംഗത്തേക്ക് കടന്നു വന്നത്, അല്ലേ? അമരായി? ഞാൻ ഈ ഡ്രിങ്ക്സ് നിർത്തിയാലോ എന്ന് ആലോചിക്കുകയായിരുന്നു. ആലോചിച്ചിട്ടല്ലേ ഉള്ളൂ, നിർത്തിയിട്ടില്ലല്ലോ. ആ, അതല്ല, ഗായത്രിക്ക് ഇതൊന്നും തീരെ ഇഷ്ടമല്ല. പിന്നെ ഞാൻ തുടങ്ങിയാൽ നിർത്താനും ബുദ്ധിമുട്ടാ, അറിയാലോ. കമോൺ ഹരി, ടേക്ക് ഇറ്റ്. താൻ പറഞ്ഞല്ലോ ജീവിതത്തിന്റെ മൃദുല വികാരങ്ങളോട് താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയാണ് ഞാനെന്ന്. യെസ്, യു ആർ അബ്സല്യൂട്ട്ലി റൈറ്റ്.
തന്റെ ഈ നാസ്റ്റി സെന്റിമെന്റ്സ് എല്ലാം കളഞ്ഞ് ജീവിതത്തിന്റെ പ്രായോഗിക വശം തിരിച്ചറിഞ്ഞ് അത് ആസ്വദിക്കാൻ ശ്രമിക്കണോ. സോറി, എന്റെ അഭിപ്രായത്തില് പുരുഷൻ സ്ത്രീക്ക് അടിമയാകേണ്ടത് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കുറച്ച് നിമിഷങ്ങൾ മാത്രമാണ്. ഐ മീൻ അറ്റ് ദി ടൈം ഓഫ് സെക്സ്. അല്ലാതെ സ്വന്തം ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ജീവിതകാലം മുഴുവൻ ഒരു പെണ്ണിനെ അടിയറവ് വെച്ച് ഒരു ഡമ്മിയായി ജീവിച്ചിട്ട് എന്താണോ കാര്യം? യു ഗോട്ട് ഇറ്റ്? ആൻഡ് ബിക്കോസ് ഓഫ് ദി സെയിം ഫാക്ട് സ്റ്റിൽ ഐ എം എ ബാച്ചിലർ ആൻഡ് ഐ റിയലി എൻജോയ് ദിസ് ഇയർ. വിജയനെ ഉപദേശിക്കാൻ ഞാനാളല്ല. പിന്നെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ സംഗതി എന്തെന്ന് എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയും അത് പ്രണയമാണെന്ന്. യെസ്, ദ റിയൽ ലവ്. അനാഥത്വത്തിന്റെ വേദന ചുമക്കുന്നവന് വീണ്ടും ജീവിക്കാനുള്ള ഒരുതരം പവർഫുൾ ഇഞ്ചക്ഷൻ. എന്താ പറയുക, ഒരുതരം മൃതസഞ്ജീവനി. ഇവൻ ഒരെണ്ണം അകത്ത് ചെന്നപ്പോ തന്റെ ഫിലോസഫിക്കൽ ബ്രെയിൻ ശരിക്കും പ്രവർത്തിച്ചു തുടങ്ങി അല്ലേ? അല്ല, ഉള്ളിൽ ഉറങ്ങിക്കിടന്ന വേദന ഉണർന്നു തുടങ്ങി. വിജയൻ അറിയില്ലേ, ഞാൻ എന്റെ ഏകാന്ത ജീവിതം തുടങ്ങിയിട്ട് 12 വർഷങ്ങളായി. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഗായത്രി കണ്ടുമുട്ടുന്നത് വരെയും മനസ്സിലൊരു ശൂന്യത മാത്രമായിരുന്നു. ഇപ്പോ ലൈഫിന് ഒരു അർത്ഥം തോന്നുന്നു. ബോറടിപ്പിക്കല്ലേടൂ. തനിക്കറിയാമല്ലോ, തീരെ എനിക്കിഷ്ടമല്ല. ഐ ബിലീവ് ഓൺലി ഇൻ പ്രാക്ടിക്കൽ. അല്ല, താൻ ഇറങ്ങുന്നുണ്ടോ? എനിക്ക് എവിടെ വരെ പോകാനുണ്ട്. ഇറങ്ങാം. എന്താ നിർത്തി? ആരാ ഇവിടെ? ജീവിതത്തിൽ ഏറ്റവും വലുത് പ്രണയമാണെന്ന് ചിന്തിക്കുന്ന തനിക്ക് വരാൻ കൊള്ളാത്ത സ്ഥലം. ബട്ട് എന്നെ പോലെ പ്രാക്ടിക്കൽ ലൈഫ് ഇഷ്ടപ്പെടുന്നവരുടെ സ്വർഗം. എനിക്ക് കേട്ടോളൂ. സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. ഓ, യുവർ ലൈഫ് ഈസ് ടോട്ടലി വേസ്റ്റ്. താൻ ചെല്ലേ, നാളെ ക്ലബിൽ കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ബൈ. സാവിത്രി. ആഹാ, വിജയ് സാറോ? കുറച്ച് ദിവസമായില്ലേ ഇങ്ങോട്ടൊക്കെ കണ്ടിട്ട്? വാതിലടച്ചിരുന്ന പതിവൊന്നും ഇല്ലേ? ഓ, വാതിലടച്ചിട്ട് ഇപ്പൊ എന്താ കാര്യം? ഇവിടെ ആര് വരും ആര് വരില്ല എന്നൊക്കെ സാറിന് അറിയില്ലേ? പുതിയ കേസുകളൊന്നും ഇല്ലേ? അതെന്താ, സാവിത്രി മടുത്തോ സാറേ? മടുത്തിട്ടല്ല, ഹോട്ടില്ലെങ്കിൽ പിന്നെ ബിയറെങ്കിലും കഴിക്കാതെ രക്ഷയില്ലല്ലോ. ബിയറും ഇഷ്ടപ്പെടുന്നവരുണ്ട് സാറേ. എന്തായാലും നീ ഇട്ടിരിക്കുന്ന പേര് കൊള്ളാം, സാവിത്രി. കള്ളികൾ വാ വാ ഹൈറാ ഹൗ. ഹർഷങ്കർ. മോർണിംഗ്. ആരാ? മനസ്സിലായില്ല. അത് ഇവിടെ നിന്നുകൊണ്ട് തന്നെ പറയണമെന്നാണോ? ഇരിക്കൂ. എന്താ മിസ്റ്റർ ഹർഷങ്കർ, എനി പ്രോബ്ലം? ഒന്നുമില്ല. ഓക്കെ, ഐ നോ യുവർ ടൈം ഈസ് പ്രഷ്യസ്. ഞാൻ മിസ്റ്റർ ഹരിയെ, സോറി, അങ്ങനെ വിളിക്കാമല്ലോ അല്ലേ? ഇനിയിപ്പോ ഹരിക്ക് ഇഷ്ടമില്ലെങ്കിലും ഞാൻ അങ്ങനെ തന്നെ വിളിക്കും. കാരണം എനിക്ക് ഒരാളോട് താല്പര്യം തോന്നിയ പിന്നെ ഞാൻ അയാളെ അന്യായിട്ട് കാണാറില്ല. ദാറ്റ്സ് മൈ സ്റ്റൈൽ. പക്ഷേ
ഒരാളെക്കുറിച്ച് ശരിക്കും മനസ്സിലാകുന്നതുവരെ അയാളുടെ മുന്നിൽ അന്യനായിരിക്കുന്നതാണ് എനിക്കിഷ്ടം. ഹരി പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. ഞാൻ എന്നെ കുറിച്ചൊന്നും പറഞ്ഞില്ലെന്നല്ലേ? ആദ്യം ഹരി ഇവിടെ ഇരിക്കൂ. ഈ മുഖം ഇങ്ങനെ എനിക്ക് വെച്ച് പാവപ്പെട്ട പെൺപിള്ളേരെ എന്തിനെ വിഷമിപ്പിക്കുന്നു? മാഡം വന്ന കാര്യം പറഞ്ഞില്ല, എനിക്കല്പം തിരക്കുണ്ട്. ഓ, ഐ എം സോറി. ഞാൻ എന്നെ പരിചയപ്പെടുത്താം. ഐ എം ഷിതി വില്യം ജാക്സൺ ഫ്രം ബാംഗ്ലൂർ. പേരിലൊരു മതമൈത്രിയുടെ മണം ഉണ്ടല്ലേ? യെസ്, വില്യം ജാക്സൺ. ഹി വാസ് an Anglo-Indian, but now he is no more. Okay. എന്റെ പേഴ്സണൽ മെമ്മോറിയൽ കേൾക്കാൻ ഹരിക്ക് താല്പര്യം കാണണമെന്നറിയാം. അതുകൊണ്ട് ഞാൻ വന്ന കാര്യം പറയാം. എനിക്ക് ഈ നാട്ടിലൊരു ഫ്രണ്ട് ഉണ്ട്, മിസ്റ്റർ മുരളി ഗോപാലകൃഷ്ണ. ബോംബെയിലെ മേത്ത ട്രൂപ്പിന്റെ സൗത്ത് ഇന്ത്യൻ ബിസിനസ് ശൃംഖലയുടെ പ്രധാനപ്പെട്ട കണ്ണി, ദ മാസ്റ്റർ ബ്രെയിൻ. മേത്ത ട്രൂപ്പിന്റെ ഒരു വർഷത്തെ ടേൺ ഓവർ അയാൾ ഒരു മാസം കൊണ്ട് സമ്പാദിക്കും. അങ്ങനെയുള്ള ഒരു വ്യക്തി താങ്കളുമായി ബിസിനസ് ബന്ധം ആഗ്രഹിക്കുന്നു. ഐ തിങ്ക് ഇറ്റ്സ് ബ്രേക്ക് ഫോർ യു. വിച്ച് ടൈപ്പ് ഓഫ് ബിസിനസ്? ഹരി രാമലിംഗ ചെട്ടിയാരിൽ നിന്നും വർമ്മ ഗ്രൂപ്പിന് മറിച്ചു കൊടുത്ത 1.5 കോടിയുടെ ടെക്സ്റ്റൈൽ യാർഡിന്റെ കോൺട്രാക്ട് അതിന്റെ ഇരട്ടി വിലയ്ക്ക് മറിച്ചു കൊടുക്കാൻ മുരളിക്കാകും. ആ കോൺട്രാക്ടറിൽ ഇതിലുമേറെ പ്രോഫിറ്റ് ഞങ്ങൾക്കുണ്ടാകുമെന്ന് എനിക്കറിയാം. പക്ഷേ ഞാനത് ചെയ്തത് വെറും ലാഭത്തിനല്ല, ഉണ്ട ചോറിനോടുള്ള നന്ദി കൊണ്ടാണ്. വർമ്മ ഗ്രൂപ്പ് ഇല്ലെങ്കിൽ ഷാ അസോസിയേറ്റ്സ് ഇല്ല, ഈ ഞാനും ഇല്ല. ഓ, ലീവ് ദി സില്ലി സെന്റിമെന്റ്സ് ഹരി. ദ വേൾഡ് ഈസ് വൈഡ്. ട്രൈ ടു ബി വിത്ത് ഇറ്റ്. സില്ലി സെന്റിമെന്റ്സ്, ആ വാക്കിന്റെ അർത്ഥം അറിയോ നിനക്ക്? ഭർത്താവ് മരിച്ചിട്ടും കണ്ടവന്റെ തിണ്ണനിറങ്ങി കിടക്കുന്ന നിന്നെ പോലുള്ള തേർഡ് റേറ്റ് സ്കൗണ്ടൽസിന് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാകില്ല. Shut your bloody mouth and control yourself, Mr. Hari. I am just a messenger. എനിക്കറിയാം, കാശുണ്ടാക്കാൻ വേണ്ടി മറ്റുള്ളവന്റെ കിടപ്പറയിലേക്ക് സ്വന്തം ഭാര്യയെ പറഞ്ഞുവിടുന്നവരുണ്ട്. പിന്നെയാണോ നീ ആർക്ക് വേണ്ടി സംസാരിക്കാൻ വന്നോ അവനെ പറ്റി എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. അവനൊരു മാസ്റ്റർ ബ്രെയിൻ അല്ല, മാസ്റ്റർ പിമ്പാണ്. പിം. Hari. Okay. Leave it. ഹരിയുടെ നന്മയ്ക്കാണ് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പിന്നെ ഹരി എന്ത് പറഞ്ഞാലും ഞാൻ സഹിക്കും. ബിക്കോസ് ഐ എം ഷിതി. അതായത് ഭൂമിക്ക് എന്തും താങ്ങാൻ കഴിയും. നീ പലരെയും താങ്ങിയിട്ടുള്ളവളാണെന്ന് എനിക്കറിയാം. പക്ഷെ നിന്റെ ഒരു കളിയും ഈ ഹരിശങ്കറിന്റെ മുന്നിൽ ചിലവായില്ലെന്ന് നിന്നെ ഇങ്ങോട്ട് പറഞ്ഞേച്ചവനോട് ചെന്ന് പറഞ്ഞേക്ക്. Now you get out from here. ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയില്ല. നിന്റെ ദേഹത്ത് ബാക്കിയുള്ള ഈ തുണി കഷ്ണങ്ങൾ വിളിച്ചു പറയുന്നുണ്ട് നീ ആരാണെന്ന്. പിന്നെ മേലിൽ ഇത്തരം അടിവസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് മാന്യന്മാരുടെ വീട്ടിൽ കയറി വരരുത്. ഊടുതുണി വാങ്ങാൻ പണമില്ലെങ്കിൽ ഞാൻ തരാം. You will suffer for all this. Mind it. മുസ്തഫയുടെ ലീവ് ലെറ്റർ ആരാടോ ഹെഡ് ഓഫീസിലേക്ക് അയച്ചത്? ഒരബദ്ധം പറ്റിയാണ് സാർ. ഹെഡ് ഓഫീസിലേക്ക് അയക്കാൻ ഒരു ലെറ്റർ റോസ്മാറൻ തന്നിരുന്നു. മുസ്തഫ സാർ അങ്ങേരെ ലീവ് ലെറ്റർ അന്ന് രാവിലെ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് എൻ്റെ തന്നതാ. പോസ്റ്റ് ഓഫീസിൽ ചെന്നപ്പം ഞാൻ പോസ്റ്റ് ചെയ്ത കത്തുമാറി. തനിക്ക് പറ്റുന്ന മണ്ടത്തരങ്ങൾക്കൊക്കെ എക്സ്പ്ലനേഷൻ നൽകേണ്ടി വരുന്നത് ഞാനാ. മേലിൽ ഇത് ആവർത്തിക്കരുത്. മേലിൽ മുസ്തഫ സാറിന്റെ ലീവ് ലെറ്റർ ഞാൻ വാങ്ങില്ല സാർ. ഈ ഫയൽ റോസിയുടെ ടേബിൾ കൊടുത്തിട്ട് റീനയോട് വരാൻ പറയൂ. അത് ഞാൻ ഏറ്റു സാർ. എന്ത്? റീന ടേബിളിൽ വെച്ചിട്ട് ഫയലിനോട് കൊണ്ട് വരാൻ പറയാം. അല്ല ഞാനിത്
ഫയല് റോസ് മാഡത്തിന് കൊടുത്തിട്ട് സാറിന് റീനോട് ഇങ്ങോട്ട് വരാൻ പറയാം. ഒന്ന് കൂടോ. ഹലോ. വന്ന് അതെ. ചെല്ല് ചെല്ല്. ഉവ്വ്. അയ്യോ ഹിയറിംഗ് കഴിഞ്ഞല്ലോ. മന്ത്ലി സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഓക്കെ. ആ റീന, സാർ. ഹെഡ് ഓഫീസിൽ നിന്ന് വർമ്മ ഗ്രൂപ്പിന്റെ കൺസ്യൂമർ ലെറ്റർ ഫാക്സ് ചെയ്തിരുന്നു. ഉവ്വ് സാർ. പിന്നെ എന്ത് വിളിച്ചിരുന്നു? എന്ത് പറഞ്ഞു? പിന്നീട് വിളിക്കാന്ന് പറഞ്ഞു. ഓക്കെ, യു മേ ഗോ. താങ്ക് യു സാർ. ഹലോ. അതെ, ഹരിയാണ് സാർ. റീന പറഞ്ഞിരുന്നു സാർ. അതെ അതെ, ശരി. ഓക്കെ ഓക്കെ സാർ. ഹലോ റീന, ഞാൻ അത്യാവശ്യമായി ഒന്ന് പുറത്തു പോവുകയാണ്. ഐ വിൽ ബി ബാക്ക് ഇൻ എ ഫ്യൂ മിനിറ്റ്സ്. ഓക്കെ. ബിസിനസ് ടൂറ് ഈ സമയത്ത് എന്തിനാ? കൊള്ളാം. നീ പറയുന്നത് കേട്ടാ തോന്നും കമ്പനിയുടെ MD ഞാനാണെന്ന്. എടി മോളെ, ഞാൻ വെറും റീജിയണൽ മാനേജരാ. ഉടൻ എത്തണമെന്ന് MD വിളിച്ചു പറഞ്ഞാൽ പോകാതിരിക്കാൻ ഒക്കുമോ? എന്നാലും കല്യാണം എടുത്തിരിക്കുന്ന ഈ സമയത്ത് കല്യാണത്തിന് ഇനി സമയമില്ലേ? മാത്രമല്ല, ജപ്പാനിലേക്കോ ഇംഗ്ലണ്ടിലേക്കോ ഒന്നും അല്ലല്ലോ പോകുന്നത്, ഹെഡ് ഓഫീസിലേക്കല്ലേ. എമർജൻസി മീറ്റിംഗ് ആയതുകൊണ്ടല്ലേ. അപ്പോ പെണ്ണിന് വിഷമമുണ്ട്. ഒരു 3 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ മോളെ. ഞാൻ അവിടെ എത്തിയാലുടനെ വിളിക്കാം. പോരെ? കല്യാണത്തിന് മുമ്പ് ഇതുപോലെ ഒരുമിച്ചിരുന്ന് ഐസ്ക്രീം കഴിക്കുന്നത് ഇവരൊക്കെ കണ്ട പ്രശ്നമാവോ? തലയ്ക്ക് പിടിച്ചിരിക്കുക രണ്ടിനും. ഹലോ മിസ്റ്റർ ജോൺസൺ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഹായ്. ഹലോ, എന്നെ മനസ്സിലായില്ലല്ലേ? ഇല്ല. ഒട്ടും പരിചയമില്ലാത്ത സുന്ദരിയായ ഒരു പെണ്ണ് വഴിയരികിൽ തടഞ്ഞു നിർത്തി സംസാരിക്കുന്നതിന്റെ അർത്ഥം പിടികിട്ടുന്നില്ല അല്ലേ? ഓ, ഐ എം ശരി. എനിക്ക് ജോൺസനെ നന്നായിട്ട് അറിയാം. ഷാ അസോസിയേറ്റ്സിൽ ഒരിക്കൽ വന്നിട്ടുള്ളവരാരും ജോൺസനെ അത്ര പെട്ടെന്ന് മറക്കില്ല. അത്രയ്ക്ക് മാഗ്നറ്റിക് പവറാണ് നിങ്ങളുടെ ഈ കണ്ണുകൾക്ക്. വിരോധം ഇല്ലെങ്കിൽ എന്നോടൊപ്പം അല്പസമയം ചെലവിടണം. ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ജോൺസണും ഗുണങ്ങളാണ്. എനിക്ക് അത്യാവശ്യമായി ഒരിടം വരെ പോകാനുണ്ട്. പ്ലീസ് ജോൺസൺ, എന്റെ വീട് ഇവിടെ അടുത്താണ്. ഒരു 10 മിനിറ്റ്. കമോണിയാ. മിസ് ഗായത്രി അല്ലേ? അതെ, എനിക്കറിയാം. ഞാൻ കുട്ടിയുടെ ഫോട്ടോ കണ്ടിട്ടുണ്ട്. എന്നെ മനസ്സിലായില്ല അല്ലേ? ഞാൻ റോസി തോമസ്. മിസ്റ്റർ ഹരിശങ്കറിന്റെ കൂടെ വർക്ക് ചെയ്യുന്നു. ആ, ഹരിയേട്ടൻ പറയാറുണ്ട്. ആ, ഭാഗ്യം. എന്നെപ്പറ്റി ഹരിയെങ്കിലും പറയുന്നുണ്ടല്ലോ. ഫോട്ടോ കണ്ടപ്പോ ഗായത്രി ഇത്ര സുന്ദരിയാണെന്ന് കരുതിയില്ല. റിയലി യു സോ ചാമിങ്. ഇന്ന് ഒറ്റയ്ക്കായി പോയല്ലേ? ഇഫ് യു ഡോണ്ട് മൈൻഡ്, നമുക്ക് അല്പം നടക്കാം. എപ്പോഴും ഇവിടെ വരാറുണ്ടോ? വല്ലപ്പോഴും ഒക്കെ. ഒപ്പം ഹരിയേട്ടനുണ്ടോ? ഇന്ന് ആദ്യമായിട്ടാ ഞാൻ. നല്ലതാ. വല്ലപ്പോഴും ഈ ഒറ്റയ്ക്കുള്ള വരവ് മനസ്സിന് സമാധാനത്തിനൊപ്പം അല്പം ധൈര്യവും കിട്ടും. പെൺകുട്ടികളാവുമ്പോ അത്യാവശ്യമാ. ഒരു കാലത്ത് എനിക്ക് പേടിയായിരുന്നു എല്ലാറ്റിനെയും. ഇപ്പോ എനിക്കൊന്നിനും പേടിയില്ല, ഈവൻ മരണത്തെയും. ഹസ്ബൻഡിന് ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു അല്ലേ? ഫെയ്ത്ത്, ഹി വാസ് ക്വൈറ്റ് ഏജ്ഡ് ടു. അപ്പോ എന്തിനാ അങ്ങനെ ഒരു വിവാഹത്തിന് തയ്യാറായത്? അയാൾക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ സ്വത്തുള്ളതുകൊണ്ട് തന്നെ.
സമ്പത്തും ദാരിദ്ര്യവും തമ്മിൽ ഒഴിവാക്കാനാകാത്ത ബന്ധമുണ്ട് ഗായത്രി. ഒന്നിന് മറ്റൊന്നിനെ കീഴ്പ്പെടുത്താനുള്ള ശക്തിയുമുണ്ട്. അപ്പച്ചൻ മിസ്റ്റർ തോമസിനോടുണ്ടായിരുന്ന ബാധ്യത, അതിന്റെ വിലയായി അയാൾ ചോദിച്ചത് എന്നെയാണ്. ഏതൊരു പെൺകുട്ടിയും പോലെ മനസ്സിൽ 100 സ്വപ്നങ്ങളുമായി ഞാൻ മണിയറയിൽ ചെന്നു. പക്ഷേ നല്ല ക്ഷീണമുണ്ടല്ലേ? ഒന്ന് ഫ്രഷായിട്ട് വാ. കഴിഞ്ഞ തോമസിന് വിവാഹം കഴിക്കാൻ പാടില്ലെന്ന് ഡോക്ടർ വിധിച്ചിരുന്ന വിവരം വളരെ വൈകിയാണ് ഞാൻ അറിഞ്ഞത്. പക്ഷെ അപ്പോഴേക്കും ഞാൻ ഒറ്റപ്പെട്ടിരുന്നു. മകളുടെ ജീവിതം നശിച്ച വേദനയിൽ ഏറെ താമസിയാതെ എന്റെ അപ്പച്ചനും മരിച്ചു. അപ്പോ അമ്മച്ചി സ്വന്തം ഇഷ്ടപ്രകാരം ആങ്ങളുടെ കൂടെ പോയി. ഞാനിതിൽ പറഞ്ഞില്ല. ഒരു കണക്കിന് ഈ ഏകാന്തവാസം ഒരു സുഖമാണ്. ബന്ധങ്ങളൊക്കെ ഊരാക്കുടുക്കലാവുമ്പോ അതനുഭവിച്ച് നമ്മളറിയൂ. മിസ്റ്റർ തോമസിന്റെ സ്വത്തുക്കൾ സംരക്ഷിക്കുക എന്നതാണ് ഈ ലോകത്തെ എന്റെ പ്രധാന ജോലി. അതായത് ഒരു നീതി കാക്കുന്ന ഭൂതം. ബോറടിയിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഹരിയുടെ കമ്പനിയിൽ ജോലിക്ക് ചേർന്നത്. എനിവേ യു ആർ സോ ലക്കി. ആരും കൊതിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഹരിയുടേത്. ശകലം അസൂയില്ലാതില്ല കേട്ടോ. Good morning, sir. Good morning, sir. Good morning, sir. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. Sir, good morning. ഗുഡ് മോർണിംഗ്. Good morning, sir. ഗുഡ് മോർണിംഗ് സാർ. പോയോ? ചെറുതി പൊട്ടിക്കട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ വലുതാ പൊട്ടിക്കട്ടെ. ഗുഡ് മോർണിംഗ്. ഒന്ന് പോണു. പൊങ്ങാതെ പോട്ടെ, ശവം. കമ്മിങ് സർ. Come in. എങ്ങനെയായിരുന്നു മീറ്റിംഗ്? ഓ, കുഴപ്പമില്ല. ഞാൻ കണ്ടു കേട്ടോ. എന്ത്? ഗായത്രി ഓ, നല്ല കുട്ടി.
ഐ ലൈക്ക് ഹെയർ. ഹരിക്ക് എന്ത് പറ്റി? ഒരു മൂഡ് ഓഫ്? ഓ, ഒരു തലവേദന. എന്താ ഇത്? വേദനയ്ക്ക് കുറവ് തോന്നുന്നില്ലേ? I want to be sometime alone. Please. Sorry, wrong number. അപ്പരണ്ട് ഹലോ. ഒരു പെട്ടെന്ന് കൊണ്ടുവരൂ. ഞാൻ ഇംഗ്ലീഷ് പടം ഉണ്ടായിരുന്നു. അത് ശരി, ഇന്ന് നേരത്തെ തുടങ്ങിയല്ലേ? ഒഴികെ എടാ, നിനക്ക് പടം കണ്ടപ്പോ കണ്ടു കൊറേ നാളായാലോ. എന്റെ കരളിൽ അത്ര സെന്തൊന്നുമില്ല. സോഡ ഇല്ലടൂ. ഓ, ഞാൻ മറന്നു. എന്താ താനൊരു ആബ്സെന്റ് മൈൻഡഡ് ആയതുപോലെ? നത്തിങ്. എപ്പോ ടൂർ കഴിഞ്ഞു? ഏർലി മോർണിംഗ്. വന്നതിന് ശേഷം തന്റെ കക്ഷിയെ കാണാത്ത ടെൻഷൻ ആകും അല്ലേ? ഞാൻ പോട്ടെ വിജയ്. അതെന്ത് പണിയാടൂ? ഇരിക്കേ, നമുക്കൊരു റൗണ്ട് വിടാം. നോ, എനിക്ക് നല്ല മൂഡില്ല. യു ക്യാരി ഓൺ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. വേറെ? യെസ് സർ. സിഗ്നേച്ചർ ഉണ്ടോ? ഉണ്ട് സർ. 2 hours. അത് കൊണ്ടുവരാം. ഹലോ. ഗുഡ് മോർണിംഗ് സാർ. നീയോ? പിന്നല്ലത് ആരാ? നല്ല പാർട്ടിയാ. വന്നിട്ട് 2 ദിവസമായിട്ടും ഒന്ന് വിളിക്കാൻ പോലും തോന്നിയില്ലല്ലോ. ഞാൻ അത് മതി മതി, പരുങ്ങണ്ട. 2 ദിവസം സുഖമില്ലായിരുന്നു അല്ലേ? ആ, അതെ, തീരെ സുഖമില്ലായിരുന്നു. അത് മുഖം കണ്ടാൽ അറിയാം. എന്നിട്ടെന്താ എന്നെ വിളിക്കാഞ്ഞത്? നിന്നെ വെറുതെ ബുദ്ധിമുട്ടിക്കണമെന്ന് കരുതി. എന്തൊരു മഹാമനസ്കത. എന്നാ ഡോക്ടറെ കാണാം. ഓ, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അപ്പഴേ ബുധനാഴ്ച കല്യാണോ? ആരുടെ? അയ്യോ, ഇതെന്ത് ചോദ്യം? നമ്മുടെ അല്ലാതെ ആരുടെയാ? ദൈവമേ, ഇനി ഞാൻ ആരാണെന്ന് ചോദിക്കോ? ഞാൻ വേറെ ചില കാര്യങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഒരു കണ്ട ക്ഷണിക്കാനുള്ളവരൊക്കെ ക്ഷണിച്ചോ? ഇല്ല. ഇനി എപ്പോ ക്ഷണിക്കാനാ? എഴുന്നേക്ക്. എന്റെ കയ്യിൽ ഇൻവിറ്റേഷൻസ് ഒന്നും ഇല്ലെന്നേ. അതൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്ന് എഴുന്നേക്ക്. ആ. മടിയൻ. ശരി, നടക്ക്. വരണം. താങ്ക്സ്. എത്തില്ലേ? ആ, ഹലോ. വരിക. ഹായ്. തീർച്ചയായും വരണം കേട്ടോ. വരാം. റീന. ആ, നേരത്തെ വരണം കേട്ടോ. വരണം. ജോൺസൺ, എത്തണം. ഷുവർ സർ. ഹലോ. തലേദിവസം തന്നെ വീട്ടിലെത്തണം. ഞാൻ തലേം തന്നെ വന്നാൽ മതിയോ? ഒരാഴ്ച മുമ്പ് അവിടെ വന്നെന്ന് കരുതില്ല. ഇനി ഞങ്ങൾ ഇറങ്ങട്ടെ.
രാത്രി നവോദമാണെങ്കിലും നേരത്തെ മണിയറിൽ വന്ന് നാണിച്ചിരിക്കേണ്ടത്. ആ ജോലി ഒന്ന് സ്വയം ഏറ്റെടുത്തോ. എന്തൊരു തിരക്കായിരുന്നു. എല്ലാവരും ഒന്ന് പറഞ്ഞുവിടാൻ വിട്ട പാടേ. ഇവിടെ ഒരാൾക്ക് ഒന്നും അറിയണ്ടല്ലോ. കപ്പൽ മുങ്ങിയത് പോലെ ഒരേ ഇരിപ്പാണ് രാവിലെ മുതൽ. എന്താ പറ്റിയത്? ഒന്നുമില്ല. ഹരിയേട്ടാ, നമ്മൾ ആദ്യം കണ്ട ദിവസം ഓർമ്മയുണ്ടോ? ഹരിയേട്ടാ, എന്താ ഒന്നും മിണ്ടാത്തത്? എന്താ പ്രശ്നം? ഒന്നുമില്ലെന്നേ, ഒരു ക്ഷീണം, അത്രേ ഉള്ളൂ. ക്ഷീണമല്ലേ? അത് ഞാൻ മാറ്റിത്തരാം. ഹരിയേട്ടാ, ഹരിയേട്ടാ, എനിക്ക് ഒന്നുമില്ല. അയൽക്കാരെ നോക്കിയാലും കുഴപ്പം. ചേട്ടാ, അത് നാരങ്ങ എടുത്തേ. പറ്റില്ല, എഴുതിക്കോ. അത് പിന്നെ പറയണ്ടല്ലോ. ചേട്ടാ, ഒരു ഫോണാക്കി. ഗോപാലേട്ടാ, ഗോപാലേട്ടാ, ചേട്ടാ, രാമ നീയായിരുന്നോ? ചേട്ടൻ പേടിച്ചു പോയല്ലേ? ഇന്നല്ലാതെ എന്റെ വലയവനെന്ന് പോയി. ഒന്നും തീർക്കല്ലേ ചേട്ടാ, സകല എനിക്കെന്താ? ഇതോ നിനക്കോ? എടാ, ഇത് തന്നെ എനിക്ക് മൂക്ക് ചേരാൻ തികയത്തില്ല. പിന്നെ ഞാൻ നിനക്ക് ഒന്ന് പോടാ. ഒരു തുള്ളി മതി ചേട്ടാ, ഒന്ന് തൊണ്ട നനച്ചാ മതി, അത്രയ്ക്ക് ദാഹ. ഓ, ഒന്ന് തൊണ്ട പറിച്ചാ മതി അല്ലേ? അതെ ചേട്ടാ. എടാ, ഇവൻ ഇത്തിരി വീര്യം കുറവാ. നീ നേരെ കല്ലുവാഴക്കിലേക്കോ പള്ളിത്തറയിലേക്കോ ചെല്ല്. അവിടെ രാഷ്ട്രീയക്കാരുടെയും എക്സൈസുകാരുടെയും പോലീസ് ഏമാന്മാരുടെയും ഒത്താശ നടത്തുന്ന നല്ല ഒന്നാം തര സാധനം കിട്ടും. താത്ത അതിലൊരു തുള്ളി അകറ്റി എന്നാൽ കണ്ണു പൊട്ടിയോ, അല്ലെങ്കിൽ നല്ല ഒന്നാം തരം മഞ്ചൾ കയറി ചിത്രത്തിനടുത്തേക്ക് എത്താം. തന്നെയുമല്ല, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 10,000 20,000 കിട്ടുകയും ചെയ്യും. അതോടെ നിന്റെ വീട്ടുകാരൻ രക്ഷപ്പെടും. ദാഹം കൊണ്ട് പോയി പച്ചവെള്ളം കുടിക്കടാ. എനിക്ക് ഈ ചുവന്ന വെള്ളം മതി. മനുഷ്യനൊന്ന് മദ്യവെക്കാൻ കൂടെ സമ്മതിക്കില്ലേ? എന്നാ കേട്ടി. പബ്ലിക് ഓടിയാണ് മദ്യവെക്കുന്നേ. വീട്ടിൽ കയറി വണ്ടി.
ഡോറെടുക്കോ. ആ വണ്ടി എടുക്ക. ആരെയാണല്ലോ മൂടിപ്പോയി. എന്താ പറഞ്ഞ? വിളപ്പിശാല ഫാക്ടറിയിലെ വേസ്റ്റിന്റെ മണമാ. എന്റെ സ്പ്രേ എത്ര അടിച്ചാലും ഈ മണം പോകത്തില്ല. ക്ഷമിക്കണം ചേട്ടാ. പോയാട്ടെ. ഗോപാൽ, താനിത് എവിടെ പോയതാ? അതെ, ഞാനത് മൂത്രം ഒഴിക്കാൻ പോയതാ. എന്താ തന്നീരും വേണം? അത് ഞാന് ഒരു മരുന്ന് ഒഴിക്കാൻ പോയതാ. അപ്പോ മൂത്രം ഒഴിക്കാൻ പോയെന്ന് പറഞ്ഞതോ? മൂത്രം ഒഴിച്ചു, കുടിക്കുകയും ചെയ്തു. എന്ത് മൂത്രോ? അല്ല, മരുന്ന്. ഈ ഫയലിൽ ഹരിശങ്കർ സാറിന്റെ സൈൻ വാങ്ങിക്കൊണ്ടു വാ. അർജന്റാണ്. അത് അതിന് സാറ് ലീവ് കഴിഞ്ഞ് എത്തിയില്ലല്ലോ. അതിനെന്താ, വീട്ടിൽ പോയി വാങ്ങിക്കൂടെ? അത് സാറിനൊരു ബുദ്ധിമുട്ടാകത്തില്ലേ? സാറിനൊരു ബുദ്ധിമുട്ടാവില്ല. തനിക്കൊരു ബുദ്ധിമുട്ടായിരുന്നാ മതി. പോയി വാങ്ങിട്ട് പാടോ. പോകാം, തന്നാ വാങ്ങ. പോകാം, തന്നാ വാങ്ങ. പോടോ. പോയി എപ്പോ പോയി ചോദിച്ചാൽ മതി. ചാവാം. ഇവനെ കൊണ്ട് ഭർത്താവ് തന്നെ വേണ്ടത്ര സ്നേഹിക്കുന്നില്ല എന്നത് ലോകത്തിൽ എല്ലാ ഭാര്യമാരുടെയും തോന്നലാണ്. കാമുകൻ ഭർത്താവായപ്പോൾ പ്രണയത്തിന്റെ തീവ്രത കുറഞ്ഞു എന്ന് തോന്നുന്നത് എല്ലാ കാമുകിമാരുടെയും കോംപ്ലക്സ് ആണ്. ലുക്ക് മിസസ് ഗായത്രി, ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നത് കിട്ടിയെന്ന് വരില്ല. ചിലപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്തത് കിട്ടിയെന്നും വരാം. യു നോ, ലൈഫ് ഈസ് എ ഗെയിം ഓഫ് ഗോഡ്. കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടാൻ ശ്രമിക്കുക, പൊരുത്തപ്പെടാനും ശ്രമിക്കുക. അതാണ് വേണ്ടത്. പൊരുത്തപ്പെടാൻ ഞാൻ തയ്യാറാണ് ഡോക്ടർ. പക്ഷേ തികച്ചു വലിയ പോലെ എന്നോടുള്ള ഈ പെരുമാറ്റം എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. മാനസികമായി ബാലൻസ്ഡ് ആയവർ ഈ ലോകത്താരുമില്ല. ഒരു സൈക്കാട്രിസ്റ്റായ ഈ ഞാൻ പോലും. എല്ലാവരും അബ്നോർമലാണ്. ഒന്നല്ലെങ്കിൽ മറ്റൊരു പ്രശ്നം എല്ലാവരെയും അലട്ടുന്നു. അണ്ടർസ്റ്റാൻഡ്? ഹസ്ബൻഡ് സെക്ഷൽ റിലേഷൻഷിപ്പിൽ വിമുഖത കാണിക്കുന്നത് സാന്ദർഭികമായ എന്തെങ്കിലും പ്രശ്നമാകാം. ഒരു മാനസിക രോഗിയായി പ്രതിക്കൂട്ടിൽ കയറ്റുന്നതിന് മുൻപ് അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ എന്തെന്ന് സാവധാനം ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അദ്ദേഹത്തിന്റെ കൂടെ നിങ്ങളുണ്ടെന്ന് ശരിക്കും ബോധ്യപ്പെടുത്തണം. പിന്നെ അദ്ദേഹത്തിന്റെ അവസ്ഥകൾ അനുസരിച്ച് സെക്ഷൽ മൂഡ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. കൃത്രിമമായി സൃഷ്ടിക്കപ്പെടുന്ന സെക്സ് വെറുപ്പിലും വിരക്തിയിലും അവസാനിക്കും. ഓർമ്മിക്കുക. അകത്തേക്ക് ചെന്നാട്ടെ. പാടൂ. എന്തിനാ മടിക്കുന്നത്? അല്ല, ഞാൻ ഇവിടെയൊക്കെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. താൻ ആരെയാ ഭയക്കുന്നത്? ഭാര്യ. ഞാനത് വായിക്കണം. അതാ ഞാനും ചോദിച്ചത്. താൻ ആരെയും ഭയക്കേണ്ട കാര്യമില്ല. തന്റെ ഇഷ്ടം പോലെ ജീവിക്കണോ? ഇഷ്ടമുള്ള ജീവിക്കും. അത് തന്നെ. വാ വാ പരിശുദ്ധാത്മാവേ, വാടി ഹയ്യടി കള്ളി. അതിഥികളെ സ്വീകരിക്കാൻ കാത്തിരിക്കുക ഞങ്ങള്.
ആരാ? നീ എന്റെ ഗായത്രി അല്ല. ഗായത്രിയോ? അതാരാ? അവളെന്റെ ഭാര്യ, ജീവിതത്തിൽ സ്നേഹിക്കുന്ന ഭാര്യ. ഞാൻ നിങ്ങളുടെ ഭാര്യയല്ല, കാമുകിയല്ല. നിങ്ങൾ തേടി വന്ന അല്പനേരത്തെ സുഖത്തിന് വേണ്ടി പ്രതിഫലം പറ്റി ആ കർമ്മം ചെയ്യാൻ വിധിക്കപ്പെട്ടവളാണ് ഈ ഞാൻ. എന്റെ ഭാര്യയെ വഞ്ചിക്കാൻ ഞാൻ തയ്യാറല്ല. നിങ്ങൾ ഇവിടെ വന്നത് എന്തിനാണെന്ന് എനിക്കറിയാം. മനസാക്ഷിക്കുത്തില്ലാതെ നിങ്ങളെ പോലുള്ള ആണുങ്ങൾ പറയാറുള്ള ഒരു വാചകമുണ്ട്, ഞാൻ മദ്യത്തിന് അടിമയായി എന്ന്. അങ്ങനെയുള്ള വാചകങ്ങൾ ഒത്തിരി കേട്ടിട്ടുണ്ട് സാറേ. എന്നെ തേടിയെത്തുന്ന പുരുഷന്മാരെ ഒരിക്കലും ഞാൻ നിരാശപ്പെടുത്താറില്ല. സാർ, ഞാൻ രോഷിനിയാ. കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾ ഞാൻ നിങ്ങളുടെ ഭാര്യയും നിങ്ങൾ എന്റെ ഭർത്താവുമായിരുന്നു. കാമപൂരണത്തിനായി ഒത്തിരി ആൾക്കാർ പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ നിങ്ങളും അത് ആവർത്തിക്കുന്നു. എന്റെ തൊഴിൽ ഞാൻ ഭംഗിയായി ചെയ്തു എന്ന വിശ്വാസം എനിക്കുണ്ട്. ഞാൻ എന്റെ ഭാര്യയെ വഞ്ചിച്ചു. അവൾ എന്നെ ജീവിതത്തിൽ സ്നേഹിച്ചു, വിശ്വസിച്ചു. ആ സ്നേഹവും വിശ്വാസവും എനിക്ക് തിരിച്ചു നൽകാൻ കഴിഞ്ഞില്ല. നഷ്ടപ്പെട്ടതോ അവളുടെ ജീവിതമാണ്. മനസ്സറിയാതെ ആരും ഒരു തെറ്റും ചെയ്യാറില്ല. ലീവ് കഴിഞ്ഞെത്തിയെന്നറിഞ്ഞു. ഞാനിന്ന് ഹാഫ് ഡേ ലീവായിരുന്നു. ഒന്ന് പള്ളിയിൽ പോയി. ഹൗ ഈസ് യുവർ മാരീഡ് ലൈഫ്? ഫൈൻ. എന്നിട്ട് മുഖത്തൊരു സന്തോഷം കാണുന്നില്ലല്ലോ. പിണങ്ങിയോ രണ്ടാളും? അപ്പോ എന്നാ നിങ്ങൾ എന്റെ വീട്ടിൽ വരുന്നത്? ഒരു ഡീലക്സ് ഡിന്നർ ഞാൻ ഓഫർ ചെയ്യുന്നു. വരാം. വെറുതെ പറഞ്ഞു പോരാ, വരണം. നെക്സ്റ്റ് സാറ്റർഡേ. ഓക്കെ? ഓക്കെ. സെയിൽസ് സ്റ്റേറ്റ്മെന്റ് ഫയലൊന്നും വേണം. വെരിഫൈ ചെയ്തല്ലോ അല്ലേ? ഓ, കഴിഞ്ഞ തവണ കൂട്ടുകാരന്റെ ബലത്തിൽ നീ രക്ഷപ്പെട്ടു. വീണ്ടും ഒരു കോംപ്രമൈസിനായി ചീതിയെ ഞാൻ നിന്റെ അടുത്തേക്ക് അയച്ചു. പക്ഷേ സാമാന്യ മര്യാദയ്ക്ക് പോലും തയ്യാറില്ലാത്ത നിന്നെ ഞാൻ വെറുതെ വിടില്ല. അമ്മേ. വേണ്ട ഹരി, എഴുന്നേക്കണ്ട, കിടന്നോളൂ. ഈ കഞ്ഞിയും കുടിച്ച് സുഖമായി ഒന്നുറങ്ങിയാൽ എല്ലാ വേദനയും പമ്പ കിടക്കും. എന്തായിരുന്നു അവരുമായി പ്രശ്നം? ഓക്കെ, ഞാനൊന്നും ചോദിക്കുന്നില്ല. ഈ കഞ്ഞി കുടിച്ചോളൂ. എനിക്ക് വേണ്ട, ഞാൻ പോകുന്നു. എങ്ങോട്ടാ? നല്ലൊരു ബാറിലേക്ക്. കുറച്ച് മദ്യം അകത്ത് ചെന്ന നെഞ്ചിലെ ചൂടൊന്ന് മാറും, വേദനയും.
അതോ ഇനിയും വേണോ? എത്ര വേണമെങ്കിലും ഞാൻ തരാം. പക്ഷേ ഈ രാത്രി പുറത്തു പോകാൻ ഞാൻ അനുവദിക്കില്ല. ആ. ഞാൻ പറയാറില്ലേ ഏകാന്തതകളിൽ എന്റെ സുഹൃത്തിനെ കുറിച്ച്, അതിവനാണ്. എല്ലാം മറക്കാൻ എനിക്ക് ശക്തി തരുന്ന സുഹൃത്ത്. ഭർത്താവ് അമിതമായി മദ്യപിച്ചിട്ട് പരസ്ത്രീഗമനം നടത്തുന്നത് അറിയേണ്ടി വന്ന ഒരു ഭാര്യയുടെ അവസ്ഥ എനിക്ക് ഊഹിക്കാൻ കഴിയും. സാധാരണ ഇത്തരമൊരു സിറ്റുവേഷനിൽ പിന്നീട് ഒരിക്കലും ഒരു ഭാര്യ തന്റെ ഭർത്താവിന്റെ മുഖത്ത് നോക്കാൻ പോലും ഇഷ്ടപ്പെടില്ല. വിവാഹബന്ധം വരെ വേർപെടുത്തിയെന്നും വരാം. പക്ഷേ നിശബ്ദമായി എല്ലാം സഹിച്ച് ഇപ്പോഴും ഹരിയെ ഹൃദയം തുറന്ന് സ്നേഹിക്കാൻ തയ്യാറായ ഗായത്രിയുടെ മനസ്സിനെ ഐ അപ്രീഷിയേറ്റ്. സ്വന്തം ഭാര്യയോട് സെക്ഷുവൽ റിലേഷൻഷിപ്പിന് വിമുഖത കാണിക്കുക, അന്യ സ്ത്രീയോട് അസാമാന്യമായ ആസക്തി കാണിക്കുക. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് മെന്റൽ ഡിസീസ്. ഇൻ മെഡിക്കൽ ടൈം ഇറ്റ് ഈസ് acute mental depression with obsessive compulsive neurosis. എനിക്ക് മിസ്റ്റർ ഹരിശങ്കറിനെ ഒന്ന് നേരിൽ കാണണം. കണ്ടാ മാത്രം പോരാ, ഐ മസ്റ്റ് എക്സാമിൻ. എന്താണ് പറ്റിയത് ഡോക്ടർ? നോ നോ നോ, ബി ബ്രേവ് ഗായത്രി. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, സർവശക്തനായ ഈശ്വരന് മാറ്റാൻ കഴിയാത്ത അസുഖങ്ങളൊന്നുമില്ല. Trust him. ഭൂതകാലത്തിൽ ഹരിയുടെ മനസ്സിനെ സാരമായി ബാധിച്ച എന്തെങ്കിലും സംഭവം ഉണ്ടായി കാണും. അല്ലെങ്കിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത മറ്റു വല്ലതുമാവാം. എന്തായാലും ഒന്നോർത്ത് കുട്ടിക്ക് സമാധാനിക്കാം. കുട്ടി ഭയപ്പെട്ടിരുന്ന പോലെ ലൈംഗിക ജഡത്വമൊന്നും ഹരിയെ ബാധിച്ചിട്ടില്ല. നോ നോ നോ. ഈ അവസ്ഥയിൽ ഞാനിത് പറഞ്ഞത് ഒരു ക്രൂരമായ തമാശയായി കുട്ടിക്ക് തോന്നാം. ബട്ട് ഇറ്റ്സ് എ ഫാക്ട്. ഗായത്രി, ഹസ്ബൻഡിനെ ഇങ്ങോട്ട് വരാൻ പറയൂ. എങ്ങനെ പറയാനാണ് ഡോക്ടർ? എപ്പോഴും എന്നെ കടിച്ചു കയറാൻ വരുന്ന പോലെയാണ് പെരുമാറ്റം. ചിലപ്പോ സംസാരിക്കാൻ പോലും മുഖം തരില്ല. ഞാൻ പറഞ്ഞാൽ അത് ഒരു ചെക്കപ്പിനെന്ന് പറഞ്ഞാൽ ഹരിയേട്ടൻ ഒരിക്കലും വരില്ല. ഗായത്രി പറഞ്ഞാൽ ഹരി അനുസരിക്കില്ലെങ്കിൽ ഹരിയെ അനുസരിപ്പിക്കാൻ കഴിവുള്ള മറ്റാരെ കൊണ്ടെങ്കിലും പറയിപ്പിക്കണം. അങ്ങനെ ആരെങ്കിലും ഇല്ലാതിരിക്കോ? ഞാൻ പറയാം. വെറുതെ പറയാമെന്നല്ല, അനുസരിപ്പിക്കാം. അതെനിക്ക് വിട്ടു തന്നേക്ക്. ഗായത്രി, ഭർത്താവില്ലാതെ വിധവയായി കഴിയുന്ന എന്നേക്കാൾ അധികം ദുഃഖം ഭർത്താവ് ഉണ്ടായിട്ടും വിധവയായി കഴിയേണ്ടി വരുന്ന ഗായത്രിക്കുണ്ടാകുമെന്ന് എനിക്കറിയാം. തോമസിന്റെ കുടുംബക്കാർക്കും ഒക്കെ ഞാനൊരു ഭാഗ്യം കെട്ടവളായിരുന്നു. കുടുംബം നശിപ്പിക്കാൻ ജനിച്ച സന്തതി. പക്ഷേ എന്റെ ഈ ജന്മം കൊണ്ട് മറ്റൊരു കുടുംബത്തിന് വിളക്ക് തെളിയിക്കാൻ കഴിയുമെങ്കിൽ എനിക്കതിൽ പരം വേറെന്താ വേണ്ടത്? ഗായത്രി, ഡോക്ടറിന്റെ അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തോളൂ. ഞാൻ ഹരിവായി ചെന്ന് കണ്ടോളാം. ഡോണ്ട് വറി. ഓക്കെ?
കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഹരി. ഡോക്ടർ എന്റെ കസിനാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ട്രീറ്റ്മെന്റ് ആയി കണക്കാക്കേണ്ട. ജസ്റ്റ് എ ചെക്കപ്പ് ഫോർ യുവർ ഫാമിലി ഹെൽത്ത്. ഹരി പോലും അറിയാതെ ഹരിയുടെ മനസ്സിന്റെ അടിത്തട്ടിൽ എന്തെങ്കിലും ചെയ്യുന്ന നാറുന്നുണ്ടെങ്കിൽ ഡോക്ടർ അതെടുത്ത് മാറ്റി പകരം നീറ്റ് ആൻഡ് ക്ലീൻ ആയ ഒരു മനസ്സ് ഹരിക്ക് തരും. ആം ഐ റൈറ്റ് ഡോക്ടർ? ഹരിയുടെ എല്ലാ പ്രശ്നങ്ങളും ഇന്നത്തോടെ തീരും. ഡയറക്ടർ ബോർഡ് മീറ്റിംഗിനാണ് അന്ന് ഞാൻ മദ്രാസിലെത്തി. പാർട്ടിയിൽ വെച്ച് അല്പം മദ്യം അമിതമായി കഴിക്കേണ്ടി വന്നു. അബോധാവസ്ഥയിൽ ഞാൻ റൂമിലെത്തി. ആര് 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 എന്താ? അത് സരി, എന്നെ അർജന്റ് എന്റെ റൂമുക്ക് വര ചൊല്ലിട്ട് കുറുമ്പ പാரு. நீங்க மிஸ்டர் ஜான் தாமஸ் தானே? எனக்கு தெரியும். രവി ഉങ്ങളെ പറ്റി എനിക്കിട്ട് എല്ലാം ചൊല്ലിയിരിക്കാം. എനിക്കൊരിതിനറിയില്ല, ഒരുത്തനെ അറിയില്ല. உங்களுக்கு தெரியாததெல்லாம் கத்துக்கிடுக்கிறது தானே രവി എന്നെ അனுப்பி വെച്ച. உங்களே சந்தோஷம் வச்சுக்கணும்னு அவன் குறிப்பாகவே എനിക്കിട്ട് ചൊല്ലിയിരിക്ക. வாங்க சார். என்ன சார் தூங்க விட மாட்டீங்களா? உங்க வேலை முடிஞ்சாச்சா? நான் அவுட்டா? നിന്നോടാ പോകാൻ പറഞ്ഞത്? போறேன். போறதுக்கு முன்னாடி சொல்றேன், என் பணத்தை கொடு, நான் போயிடுறேன். എടുത്തോണ്ട് പോടി. ரொம்ப நன்றி சார், நான் அடிக்கடி வரேன்.
കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് ഞാൻ ഗായത്രിയോട് പറഞ്ഞത്. ഐ നോ ഇറ്റ്. പക്ഷേ യു ആർ എഡ്യൂക്കേറ്റഡ്. ലോകമെന്തെന്ന് തിരിച്ചറിയാനുള്ള കഴിവ് ഗായത്രിക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദാമ്പത്യത്തിൽ സെക്സിനാണ് ഏറ്റവും പ്രാധാന്യമെന്ന് ഞാൻ കരുതുന്നില്ല. സെക്സും സ്നേഹവും പരസ്പര ധാരണയും ഉൾപ്പെട്ടതാണ് ദാമ്പത്യം. സ്നേഹത്തിന് നിരവധി വകഭേദങ്ങളുണ്ട്. അതിലൊന്നാണ് പ്രേമം, ഐ മീൻ ലവ്. പക്ഷേ ഈ പ്രേമത്തിന്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്താണെന്നറിയാമോ? സ്വാർത്ഥത, സെൽഫിഷ്നെസ്. തന്റെ ഭർത്താവിന്റെ ശരീരവും മനസ്സും സ്നേഹവും തനിക്ക് മാത്രമാണുള്ളതെന്ന് വിശ്വസിക്കുന്ന ഭാര്യ, അതേപോലെ ഭാര്യയെക്കുറിച്ച് ചിന്തിക്കുന്ന ഭർത്താവ്. അവിടെയാണ് പ്രശ്നം. ആ സ്വാർത്ഥതാ മനോഭാവത്തെ ചവറ്റുകുട്ടയിലെറിഞ്ഞ ഗായത്രിക്ക് ഇനിയും ഹരിയെ പഴയതുപോലെ തന്നെ സ്നേഹിക്കാൻ കഴിയുമെന്ന വിശ്വാസമുണ്ടെങ്കിൽ, തോന്നുന്നുണ്ടെങ്കിൽ, ഒന്നും വൈകിയിട്ടില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഡോക്ടർ? പറയാം. ഹരിയുടെ മനസ്സിൽ ഗായത്രിയോടുള്ള തീവ്രമായ പ്രണയമുണ്ട്, അടങ്ങാത്ത ആവേശമുണ്ട്. പക്ഷേ കുറ്റബോധം കൊണ്ട് നീറി മരിച്ചുകൊണ്ടിരിക്കുകയാണ്. കൗമാരത്തിൽ തന്നെ അനാഥത്വം പേറേണ്ടി വന്ന ഹരിക്ക് ജീവിതത്തിന് ഒരു അർത്ഥവും ലക്ഷ്യവും ഉണ്ടായി എന്ന് തോന്നിയത് ഗായത്രിയെ കണ്ട നിമിഷം മുതലാണ്. അന്നു മുതൽ തന്റെ മനസ്സിലെ പ്രേമവും വാത്സല്യവും സെക്സും എല്ലാം അയാൾ ഗായത്രിക്ക് വേണ്ടി മാത്രമായി കരുതി വെച്ചു. ഭാവിയെക്കുറിച്ച് അതിരുകളില്ലാത്ത സ്വപ്നങ്ങൾ നെയ്തുകൂട്ടി. പക്ഷേ അയാളുടെ എല്ലാ പ്രതീക്ഷകളെയും തകിടം മറിച്ചത് ആ രാത്രിയായിരുന്നു. ഹെഡ് ഓഫീസിലെ മീറ്റിംഗിനായി പോയ സമയത്ത് ഹോട്ടൽ മുറിയിൽ വെച്ചുണ്ടായ ആ കറുത്ത സംഭവം അയാളുടെ മനസ്സിൽ വലിയൊരു പോറലുണ്ടാക്കി. താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന തന്റെ കാമുകിക്ക് വേണ്ടി പരിശുദ്ധമായി സൂക്ഷിച്ചിരുന്ന ശരീരവും മനസ്സും ഏതോ ഒരു വേശ്യയുടെ മാദകത്വത്തിന് അടിയറവ് വയ്ക്കേണ്ടി വന്ന ആ വൃത്തികെട്ട രാത്രി അയാളെ മുറിവുണ്ടാക്കി. തുടർന്നാണ് അയാൾ മദ്യത്തിന് അടിമയായത്. ലഹരിയുടെ വീര്യം കൂടുമ്പോഴും കണ്ടുമുട്ടിയ സ്ത്രീകളിലെല്ലാം അയാൾ കണ്ടത് ഗായത്രി മാത്രമായിരുന്നു. ചിന്തിക്കുമ്പോൾ വിചിത്രമായി തോന്നാം. സ്വബോധം നഷ്ടപ്പെടുമ്പോൾ മാത്രം മറ്റു സ്ത്രീകളുമായി കിടപ്പറ പങ്കിടുന്ന ഹരിക്ക് എന്തുകൊണ്ട് ഗായത്രി അത്തരത്തിൽ കണ്ടുകൂടാ? അതിനുത്തരമായി വേണമെങ്കിൽ മദ്യത്തിന്റെ ലഹരിയെ കൂട്ടുപിടിക്കാം. പക്ഷെ അടിസ്ഥാനപരമായി ഞാൻ പറഞ്ഞല്ലോ, ഉത്തരമില്ലാത്തൊരായിരം കടങ്കഥകളുടെ സമാഹാരമാണ് മനുഷ്യ മനസ്സ്. ഹരിയുടെ മനസ്സിൽ ഗായത്രിയുണ്ട്. ഗായത്രി മാത്രമേ ഉള്ളൂ. ഗായത്രിയോടുള്ള അനന്തമായ പ്രണയം മാത്രമേ ഉള്ളൂ. Yes, that's the fact. പക്ഷേ ആ പ്രണയം, ആ ആവേശം ബുദ്ധിപൂർവ്വം ഹരിയിൽ നിന്നും പുറത്തെടുത്ത് കിട്ടണം. ഒരിക്കൽ, ഒരു തവണയെങ്കിലും അതിന് സാധിച്ചാൽ പിന്നെ ഗായത്രിക്ക് ജീവിതത്തിൽ ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല. പക്ഷേ അതിനുള്ള വഴിയാണ് അല്പം പ്രയാസം. കാരണം ഇവിടെ മരുന്നുകൊണ്ടൊന്നും ചെയ്യാനില്ല. എത്ര പ്രയാസമാണെങ്കിലും ഞാൻ എന്ത് സഹിക്കാൻ തയ്യാറാണ് ഡോക്ടർ. എങ്കിൽ ആ വലിയ നന്മയ്ക്ക് വേണ്ടി ചെറിയൊരു തെറ്റുകൂടി നമ്മൾ ചെയ്യണം. ഓക്കേ? ബോധം എന്നെ കൊണ്ട് എന്തൊക്കെയോ ചെയ്യിപ്പിച്ചു. ഡോക്ടറുടെ ഉപദേശം അനുസരിച്ച് കുടുംബത്തിൽ പിറന്ന ഒരു സ്ത്രീയും ചെയ്യാത്ത കാര്യങ്ങൾ അവൾ ചെയ്തു. അപ്പോഴത്തെ എന്റെ ഉപബോധ മനസ്സ് അവളോട് ക്ഷമിക്കാൻ തയ്യാറായില്ല. എന്നിലുള്ള കുറ്റബോധം നീക്കിയെടുത്ത് പുതിയൊരു ജീവിതം തുടങ്ങാമെന്നുള്ള എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടപ്പോൾ ഒരിക്കലും എടുക്കാനാവാത്ത രീതിയിൽ അവൾ എന്നിൽ നിന്നകന്നു. കുറ്റബോധത്തെക്കാൾ സാറിന്റെ മനസ്സിൽ അടിഞ്ഞു കിടന്നിരുന്ന ലൈംഗിക ആസക്തിയാണ് ഇതൊക്കെ ചെയ്യിച്ചത്.
അത് സാധിച്ചു തന്നാൽ എനിക്കൊരു നല്ല ജീവിതം തരുവാൻ നിങ്ങൾക്ക് കഴിയുമോ? എങ്കിൽ സാറിന്റെ വീട്ടിലേക്ക് ഞാൻ വരാം. ഒരു നല്ല ഭാര്യയായി, കാമുകിയായി, എല്ലാമായി. റോഷ്നി, എനിക്ക് എഴുന്നേറ്റേ, ഓഫീസിൽ പോകാനുള്ളതാ. മതി ഉറങ്ങിയത്. ക്ഷമിക്കണം സാർ. ഈ സാറെന്നുള്ള വിളി ഇവിടം കൊണ്ട് നിർത്തിക്കോണം. പോയി ചായ എടുത്തു പാടി അല്ലേ? ഇപ്പൊ ഇട്ടോണ്ട് വരാം.